യഥാർത്ഥത്തിൽ ഈ നാസിക് കോൾ സെൻറ്റേഴ്സിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം എന്ന് പറയുന്ന 13,500 രൂപയാണ് ടേക്ക് അവേ. എല്ലാം കൂടെ ചേർത്ത് 13,500 രൂപ, ഏകദേശം 1 വർഷം 2 വർഷം അവിടെ ജോലി, 2 വർഷം 3 വർഷം കഴിഞ്ഞ് അവർ ആ ജോലി അങ്ങ് വിട്ട് വേറെ എന്തെങ്കിലും ജോലിക്കായിട്ട് അങ്ങ് പോകും. ഇപ്പം ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഇത് കിട്ടാൻ വേണ്ടി അവിടെ ഇപ്പോൾ ഒരു 10-20 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ വാക്കിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഏകദേശം 5,000 പേരാണ്. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാവുന്നതാണ്. 5,000 പേരാണ് ക്യൂ നിന്ന് ഈ പറയുന്ന 20 വേക്കൻസിക്കായിട്ട് വരുന്ന ഈ പറയുന്ന 13,500 രൂപ ശമ്പളം. ഈ 13,500 രൂപ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാം ഇന്നത്തെ സൊസൈറ്റിയിൽ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് വാടക കൊടുത്താണെങ്കിലും ആഹാരം കഴിച്ചാണെങ്കിലും 2 വീലറിനകത്ത് പെട്രോൾ അടിച്ചാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യയുടെ വിഷയമാണ് ഈ TCS നാസിക്കിൽ ഉണ്ടായത്, അല്ല മറ്റുള്ള വിഷയമൊന്നുമല്ല. കഴിഞ്ഞ 10-11 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഈ ഇതേപോലെയുള്ള ഗ്യാങ്ങുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? കേന്ദ്രം ഭരിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്നവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇത് മഹാരാഷ്ട്രയിലാണ്. എത്രയോ വർഷമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സക്കീർ നായിക്, മലേഷ്യൻ കണക്ഷനാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്, നാസിക്കുമായി ബന്ധപ്പെട്ട മറാഠിയായ സക്കീർ നായിക്, അയാൾക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് അയാളുടെ ഡിസൈപ്പിൾസ്, അതായത് അണികളുള്ള രാജ്യമെന്ന് പറഞ്ഞ് ഇന്ത്യക്കാരൻ തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്ത ഡോക്ടറൊന്നുമല്ല. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് MBBS കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയത്തൊന്നുമില്ല. അതിനുശേഷം ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പീസ് TV. അയാളുടെ മറ്റൊരു ഭാവമാണ് കേരളത്തിലെ MM അക്ബർ. അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അവസാനം ഇപ്പോഴയാൾ മര്യാദക്കാരനായിട്ട് പോകുന്നു. അതായത് സക്കീർ നായക്കിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ MM അക്ബർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. MM അക്ബർ എത്ര പേരെയാണ് ഇതേപോലെ കൺവേർട്ട് ചെയ്ത് മറ്റുള്ളതൊക്കെ ആക്കിയിട്ട് അയാളുടെ നീച്ച് ഓഫ് ട്രൂത്തിൽ കൂടെ എത്ര പേരെയാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടത്? അതിൻ്റെ മറ്റൊരു ഭാവമാണ് നിങ്ങൾ ഈ കാണുന്ന നാസിക് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ ലവ് ജിഹാദ് എന്നോ ഗ്രൂമിങ് ഗ്യാങ് എന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചു. ആരാ ഇത് തടയേണ്ടത്? എന്തുകൊണ്ട് സക്കീർ നായക്കിനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല? ചോദ്യമാണ്. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇത്രയും വർഷമായി ഇന്ത്യയും മലേഷ്യയും തമ്മിൽ എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട്. എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഈ വാചക വഴിയല്ല ഇവിടുത്തെ ആവശ്യം. ഇവിടെ ഹിന്ദു മുസ്ലിം അല്ല ഇവിടെ ആവശ്യം.